നമസ്കാരം. ആസ്ട്രോ മുനി കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. മലയാളിയുടെ മനസ്സിന്റെയും പ്രകൃതിയുടെയും ഉണർത്തുപാട്ടാണ് വിഷു. മഞ്ഞപ്പട്ടുടുത്ത കണ്ണനും കണിക്കൊന്നയും സ്വർണ്ണ നിറമുള്ള പൊൻവെള്ളരിയും ഐശ്വര്യത്തിന്റെ നിലവിളക്കും ചേർന്നൊരുക്കുന്ന വിഷുക്കണി വെറുമൊരു കാഴ്ചയല്ല, വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെ മുഴുവൻ ഭാഗ്യനിർണയമാണ്. എല്ലാ വർഷവും നമ്മൾ കണി ഒരുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അതീവ രഹസ്യമായ കാര്യമുണ്ട്. പുരാണങ്ങൾ പറയുന്നത് പ്രകാരം ആ ഒരു പ്രത്യേക വസ്തു നിങ്ങളുടെ കണിയിൽ വെക്കാൻ മറന്നുപോയാൽ ആ വർഷത്തെ നിങ്ങളുടെ ഐശ്വര്യം പൂർണ്ണമാകില്ല. എന്താണ് ആ വസ്തു? അത് വെക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഗ്രഹനിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ആത്മീയമായും ജ്യോതിഷപരമായും വിഷുക്കണിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വിപുലമായ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഐശ്വര്യമാണ്. എന്തുകൊണ്ടാണ് വിഷുവിനെ സമൃദ്ധിയുടെ ഉത്സവം എന്ന് വിളിക്കുന്നത്? പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർക്ക് വിഷു എന്നാൽ വെറുമൊരു ദിവസമല്ല, അത് മണ്ണും മനസ്സും ഒന്നിക്കുന്ന വിളവെടുപ്പിന്റെ ഉത്സവമായിരുന്നു. കഠിനാധ്വാനം ചെയ്ത കർഷകൻ തന്റെ കൃഷിയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ ലഭിക്കുന്ന സമയം. മേടപ്പത്തിൽ പത്തായം നിറയണം എന്ന ചൊല്ല് അർത്ഥമാക്കുന്നത് പോലെ സമ്പൽ സമൃദ്ധമായ ഒരു വിളവെടുപ്പിന്റെ നന്ദി പ്രകാശനമാണ് വിഷു. പൊൻവെള്ളരിയും ചക്കയും മാങ്ങയും ആദ്യം പ്രകൃതിക്കും ദൈവത്തിനും നന്ദിയോടെ സമർപ്പിക്കുന്ന നിമിഷമാണിത്. ഒരു കൃഷിചക്രം അവസാനിക്കുകയും പുതിയ വിത്തിടലിനായി മണ്ണ് ഒരുങ്ങുകയും ചെയ്യുന്ന ഈ വേളയിൽ നാം ഒരുക്കുന്ന കണി വരാനിരിക്കുന്ന ഒരു വർഷത്തെ നമ്മുടെ അധ്വാനത്തിന് ലഭിക്കേണ്ട ഫലത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് കണിയിൽ നാട്ടുപഴങ്ങൾക്കും ധാന്യങ്ങൾക്കും ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. വിഷുവിന് പിന്നിൽ വലിയൊരു ജ്യോതിശാസ്ത്ര സത്യമുണ്ട്. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന മേടവിഷുവം എന്ന പ്രതിഭാസത്തിന്റെ സമയമാണിത്. പകലും രാത്രിയും തുല്യമായി വരുന്ന സമയം. പ്രപഞ്ചത്തിലെ ഊർജം ഏറ്റവും സന്തുലിതമാകുന്ന ഈ വേളയിൽ നാം സ്വീകരിക്കുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലെ നാഡികളെയും ഉപബോധമനസ്സിനെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ഐതിഹ്യങ്ങൾ പ്രകാരം ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് നാം വിഷു ആഘോഷിക്കുന്നത്. മറ്റൊരു പ്രധാന കഥ സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ടതാണ്. രാവണൻ സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും രാവണവധത്തിനു ശേഷം സൂര്യൻ കിഴക്ക് ഉദിച്ചുയർന്നതിന്റെ സന്തോഷമാണ് വിഷു എന്നും പറയപ്പെടുന്നു. ഈ രണ്ട് കഥകളിലും തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയവും ഇരുട്ടിനു മേൽ വെളിച്ചം നേടിയ വിജയവുമാണ് നാം കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പ്രധാന വസ്തുവിലേക്ക് വരാം. മിക്കവരും കണിയിൽ വെക്കാൻ മറന്നുപോകുന്നതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ വെക്കുന്നതോ ആയ ഒന്നാണ് വാൽക്കണ്ണാടി. വാലറ്റമില്ലാത്ത കണ്ണാടിയല്ല, മറിച്ച് പിടിയുള്ള വാൽക്കണ്ണാടി തന്നെ വേണം. ഇത് മഹാലക്ഷ്മിയുടെ പ്രതീകമാണ്. ഇവിടെയാണ് ആ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. കണി കാണുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് ഈ കണ്ണാടിയിലെ നമ്മുടെ സ്വന്തം പ്രതിബിംബമാണ്. ഇതിന് പിന്നിലെ ആത്മീയ തത്വം സി എന്നതാണ്. അതായത്, നീ തേടുന്ന ദൈവം നിനക്കുള്ളിൽ തന്നെയാണ്. കണ്ണാടിയിൽ സ്വന്തം മുഖം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവികതയെ നാം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹത്തിന് അഭിമുഖമായി വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാന്റെ ചൈതന്യം കണ്ണാടിയിലൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് നേരിട്ട് എത്തുന്നു. ഇത് വെക്കാൻ മറന്നാൽ കണിയുടെ ആത്മീയമായ ചൈതന്യം പൂർണ്ണമാകില്ല. കണി ഒരുക്കാൻ ഉപയോഗിക്കുന്ന പാത്രം പോലും പ്രധാനമാണ്. സ്റ്റീൽ പാത്രങ്ങളോ പ്ലാസ്റ്റിക്കോ പൂർണ്ണമായും ഒഴിവാക്കുക. ഓട്ടുരുളി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഉരുളിയിൽ ആദ്യം വിരിക്കേണ്ടത് ഉണക്കലരിയും നെല്ലുമാണ്. ഇത് ഭൂമിയിലെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. ഇതിനു മുകളിലായി വേണം കണിവെള്ളരി വെക്കാൻ. കണിവെള്ളരി ഭഗവാന്റെ മുഖമായി സങ്കൽപ്പിക്കപ്പെടുന്നു. അത് നല്ല സ്വർണ്ണ നിറമുള്ളതും വാലറ്റാത്തതും ആയിരിക്കണം. വെള്ളരിക്കൊപ്പം മാങ്ങ, ചക്ക, കദളിപ്പഴം തുടങ്ങിയ നാട്ടുപഴങ്ങൾ വെക്കണം. നമ്മുടെ കർഷക സംസ്കാരത്തിന്റെ ഭാഗമായ ഇവയെല്ലാം സമൃദ്ധമായ ഒരു വിളവെടുപ്പിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇവ കണിയിൽ ഉണ്ടെങ്കിൽ വരുന്ന ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും മുട്ടുണ്ടാകില്ല എന്നാണ് വിശ്വാസം. വിളവെടുപ്പിന്റെ ഈ ചൈതന്യം ഉരുളിയിലൂടെ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. കണിക്കൊന്നയെക്കുറിച്ച് പറയാതെ വിഷുക്കണി പൂർണ്ണമാകില്ല. സൂര്യപ്രകാശത്തിന്റെ സ്വർണ്ണനിറം ഭൂമിയിൽ പൂക്കളായി അവതരിച്ചതാണ് കണിക്കൊന്ന. മഞ്ഞ നിറം നമ്മുടെ മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്നു. കൊന്നപ്പൂവ് കണിയിൽ വെക്കുമ്പോൾ അതിന്റെ മഞ്ഞ നിറം ഉരുളിയിൽ നിറഞ്ഞു നിൽക്കണം. ഇതോടൊപ്പം നാം മറന്നുപോകുന്ന മറ്റൊരു കാര്യം കണിയിൽ സ്വർണം വെക്കുക എന്നതാണ്. ഒരു ചെറിയ മോതിരമോ സ്വർണ്ണ നാണയമോ കണിയിൽ വെക്കാം. സ്വർണം വ്യാഴം എന്ന ഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. ജ്യോതിഷപ്രകാരം വ്യാഴം ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഗ്രഹമാണ്. കണിയിൽ സ്വർണം ദർശിക്കുന്നത് നിങ്ങളുടെ ഗ്രഹനിലയിലെ വ്യാഴത്തിന്റെ ദോഷങ്ങൾ മാറാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും സഹായിക്കും. സ്വർണമില്ലാത്തവർ പുതിയ നാണയങ്ങൾ ഉപയോഗിക്കാം. 2026 വിഷു സംക്രമണം ജ്യോതിഷപരമായി വളരെ പ്രത്യേകതയുള്ളതാണ്.
പുലർച്ചെ 4 മണി മുതൽ 6 മണി വരെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിലാണ് കണി കാണാൻ ഏറ്റവും ഉത്തമം. വിളക്ക് തെളിയിച്ച ശേഷം മറ്റുള്ളവരെ കണ്ണ് പൊത്തി കണിക്ക് മുന്നിലേക്ക് ആനയിക്കണം. കണ്ണ് തുറക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും ഭഗവാനിലും പ്രകൃതിയിലും അർപ്പിക്കുക. കണി കണ്ട ശേഷം കുടുംബത്തിലെ മുതിർന്നവരുടെ പാദം തൊട്ട് വന്ദിക്കുക. വിളവെടുപ്പിന്റെ ഈ പുണ്യദിനത്തിൽ അവർ നൽകുന്ന കൈനീട്ടം ലക്ഷ്മി പ്രസാദമായി സ്വീകരിക്കുക. വലതു കൈകൊണ്ട് തന്നെ പണം വാങ്ങാൻ ശ്രദ്ധിക്കണം. ഈ പണം അനാവശ്യമായി ചിലവാക്കാതെ ഒരു ഭാഗം ഭക്തിയോടെ കരുതി വെക്കുന്നത് ധനസമ്പാദനത്തിന് ഗുണകരമാകും. വിളവെടുപ്പിന്റെ സന്തോഷവും സമൃദ്ധിയും ഈ വിഷുക്കാലം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യവും ശ്രദ്ധിച്ച് ഈ വർഷത്തെ വിഷുക്കണി ഒരുക്കൂ. പ്രകൃതിയും ദൈവവും ഒന്നിക്കുന്ന ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാകട്ടെ. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ആത്മീയ രഹസ്യങ്ങൾക്കായി ആസ്ട്രോ മുനി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുക്കാലം നേരുന്നു.